20 ലക്ഷം രൂപയുടെ സ്വർണം കവർന്ന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് തൃക്കാക്കര പോലീസിന്റെ ഒരു അന്തർ സംസ്ഥാന ഓപ്പറേഷൻ പ്രതികളെ പിടികൂടുന്നതിനായി ഉണ്ടായത്. പശ്ചിമബംഗാൾ സ്വദേശികളായിട്ടുള്ള പ്രശാന്ത് സർക്കാർ, റഫീഖുൾ മുൻസി, രാഹുൽ പണ്ഡിറ്റ് എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ജനുവരിയിലാണ് കേസിനാസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത്. തൃക്കാക്കര സെസ്സിലെ ഒരു എക്സ്പോർട്ടിംഗ് സ്ഥാപനത്തിൽ നിന്നാണ് 141 ഗ്രാം സ്വർണം മോഷ്ടിക്കപ്പെടുന്നത്. അവിടുത്തെ ജീവനക്കാരായിരുന്നു ഈ പ്രശാന്ത് സർക്കാരും അതോടൊപ്പം തന്നെ റഫീഖുൾ മുൻസിയും. ഇവരാണ് സ്വർണം മോഷ്ടിക്കുന്നത്. അതിനുശേഷം കടന്നുകളയുകയായിരുന്നു. തൃക്കാക്കര പോലീസ് അന്വേഷണം നടത്തി വരികയായിരുന്നു. അങ്ങനെയാണ് ഇതിൽ ഒന്നാം പ്രതിയായിട്ടുള്ള പ്രശാന്ത് സർക്കാർ ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ ഉണ്ട് എന്ന വിവരം കിട്ടുന്നത്. തുടർന്ന് പോലീസ് സംഘം അവിടേക്ക് എത്തുന്നു. അവിടെ എത്തിയപ്പോഴാണ് ഡിഗ്ലിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഏകദേശം 300 കിലോമീറ്റർ ഉണ്ട്, അവിടെയാണ് ഇയാൾ ഉള്ളതെന്ന് ബോധ്യമാകുന്നത്. ഏകദേശം 300 കിലോമീറ്റർ ഈ കാനനപാതയിലൂടെ താണ്ടി ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ അന്തരീക്ഷത്തിലൂടെ പോലീസ് അവിടെ എത്തുന്നു. അവിടെ എത്തിയപ്പോൾ മധുപൂർ എന്ന് പറയുന്ന മാർക്കറ്റിൽ ഇയാൾ ഉണ്ടാകുന്നു. മിന്നൽ നീക്കത്തിലൂടെ ഇയാളെ പോലീസ് ഈ പ്രശാന്ത് സർക്കാരിനെ വലയിലാക്കുകയായിരുന്നു. രണ്ടാം പ്രതി റഫീഖുൾ മുൻസി, അയാളാണെങ്കിൽ രൂപം മാറി ഭാവം മാറി മറ്റൊരു സ്ഥലത്ത് സൂറത്തിൽ അവിടെ ഒളിവ് ജീവിതം നയിച്ചു വരികയായിരുന്നു. മൊബൈൽ ഫോൺ ഉപേക്ഷിച്ചായിരുന്നു ഇയാളുടെ മുന്നോട്ട് പോക്ക്. അവിടെ ആ ഒളിസങ്കേതത്തിൽ നിന്ന് ഇയാളെയും പോലീസ് പിടികൂടുന്നു. അങ്ങനെ 2 അറസ്റ്റ് ഉണ്ടാകുന്നു. ഇതിൽ രാഹുൽ പണ്ഡിറ്റ് ചിത്രത്തിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പോലീസ് പറയുന്നത് ഈ മോഷണത്തിന് ശേഷം ഈ റഫീഖുൾ മുൻസിയും പ്രശാന്ത് സർക്കാരും തമ്മിൽ ഒരു തർക്കം ഉണ്ടാകുന്നുണ്ട് ഈ സ്വർണം വീതം വെപ്പിനെ ചൊല്ലി. ആ ഘട്ടത്തിലാണ് റഫീഖുൾ മുൻസി ഒരു പ്ലാൻ ആസൂത്രണം ചെയ്യുന്നത്. ഈ സ്വർണം പ്രശാന്തിന്റെ കയ്യിലുള്ള സ്വർണം കൂടി എടുക്കുക എന്ന തരത്തിൽ. അങ്ങനെ ഈ രാഹുലിനെ കൂടി വിളിച്ച് ഈ സ്വർണം തട്ടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ സ്വർണം ഉപേക്ഷിച്ച് ഇയാൾ പോകുന്നു പ്രശാന്ത്. അങ്ങനെ ബാക്കി സ്വർണം കൂടി ഇവരുടെ കയ്യിലേക്ക് വരുന്നു. അങ്ങനെ ആണ് ഈ കാര്യങ്ങൾ നടന്നത്. അങ്ങനെ രാഹുലിനെ കൊൽക്കത്തയിലെ ഒരു ക്രിമിനൽ സംഘത്തിനിടയിൽ നിന്നാണ് പോലീസ് സംഘം പിടികൂടുന്നത്. ഈ പ്രതികൾ പലയിടങ്ങളിലും സ്വർണം വിറ്റിരുന്നു. അതടക്കം പോലീസ് ഏറെക്കുറെ സീസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 76 ഗ്രാമോളം വരുന്ന സ്വർണമാണ് പോലീസ് സംഘം സീസ് ചെയ്തത്. അങ്ങനെ 2 ലക്ഷം രൂപയും മൊബൈൽ ഫോണും ഉൾപ്പെടെ സീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ സുപ്രധാനമായിട്ടൊരു ഓപ്പറേഷനാണ് കഴിഞ്ഞ 3 ആഴ്ചക്കാലം നീണ്ടുനിന്ന് പോലീസ് നടത്തിയത്. ഇനിയും ഒരാൾ കൂടി ഈ കേസിലേക്ക് പിടിയിലാകാനുണ്ട് എന്നാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.